വിഷമം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിഷമം നന്നായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെല്ലാ കാര്യവും ഷെയർ ചെയ്തിട്ട് എല്ലാ കാര്യവും ചെന്ന് പറഞ്ഞിട്ട് നമ്മളതുപോലെ സ്നേഹിച്ച കുറച്ച് ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ലൈഫിൽ കാണും. കോളേജാവാം, സ്കൂളാകാം, എന്താണല്ലോ ആകാം. പക്ഷേ നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ കുറ്റം പറയുകയും നമ്മളോടൊന്ന് പിണങ്ങുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ ഈ പറഞ്ഞ് വിശ്വസിച്ച് നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ നമുക്കിട്ട് തന്നെ ഉപയോഗിക്കുന്ന ചില ടൈപ്പ് ഓഫ് ആൾക്കാരോ അല്ലെങ്കിൽ ചില ടൈപ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും. ഗൈസ്, ദേ ആർ ദ റിയൽ സ്നേക്സ്. അവരാണ് സ്നേക്സ് എന്ന് പറയുന്നത്. ബിക്കോസ് പാമ്പുകൾ പോലും അത്ര സൂപ്പറായിട്ട് കൊത്തത്തില്ല. എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴല്ല, ഒരു സമയത്ത്. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പിനെ എപ്പോൾ കട്ട് ഓഫ് ചെയ്ത സമയമാണോ ആ സമയത്താണ്. ബിക്കോസ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഒത്തിരി ട്രോമാസ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസാണ് തന്നിട്ടുള്ളത്. ആ ട്രസ്റ്റ് ഇഷ്യൂസിനെ എല്ലാം മൂല കാരണം ഈ ഒരു സ്നേക്സ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. സോ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂട്ടത്തിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇമ്പ്രൂവ് ആകാൻ പോകുന്നില്ല. ബിക്കോസ് അത് എപ്പോഴും നിങ്ങൾക്കൊരു നെഗറ്റീവ് വൈബായിരിക്കും തരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആൾക്കാരെ ലൈഫിൽ നിന്ന് എപ്പോഴും ഒഴിവാക്കിയിട്ട് നല്ല ആൾക്കാരുമായിട്ട് ചുറ്റിപ്പറ്റി നല്ല ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നടന്ന് നല്ല ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക.